കോഴിക്കോട് കോന്നാട് ബീച്ച് റോഡിൽ ഓടുന്ന കാറിന് തീപിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് ആണ് മരിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവർക്ക് സീറ്റ് ബെൽറ്റ് ഊരാൻ കഴിഞ്ഞില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. കോഴിക്കോട് നിന്ന് സിനോജ്, ദാരുണമായ ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഈ കാറിൽ തീപിടിച്ചതെന്ന് വ്യക്തമായിട്ടുള്ളൂ? ഏത് കാറാണിത്? ബിനിൽ, ഇതൊരു വാഗണർ കാറാണ്. ഈ 65 വയസ്സുള്ള മോഹൻദാസ് കോഴിക്കോട് കോർപ്പറേഷൻ മുൻ ഡ്രൈവറാണ്. അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് കോഴിക്കോട് പുതിയാപ്പയിലെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അവിടേക്ക് കാറിൽ വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് 12:15 ഈ അപകടം സംഭവിക്കുന്നത്. കാറിന്റെ മുൻഭാഗത്തു നിന്നാണ് പുക ഉയരുന്നത് കണ്ട്, അങ്ങനെ പുക വരുന്നത് കണ്ട് ഇദ്ദേഹം കാറ് ഈ ബീച്ച് റോഡിൽ സൈഡാക്കി. ആ സമയത്ത് ഈ കടൽ തീരത്തിരുന്ന് വല നെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ ഓടിയെത്തുകയും ഈ ഡ്രൈവർ ഇദ്ദേഹം മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. കാറിന്റെ ഡ്രൈവർ സൈഡിലെ ഡോറ് തുറന്നു. പക്ഷേ സീറ്റ് ബെൽറ്റ് ഊരാൻ ശ്രമിക്കുന്ന സമയം കൊണ്ട് തന്നെ കാറിൽ തീ ആളി പടരുകയായിരുന്നു. ചെറു സ്ഫോടനത്തോടു കൂടി തീ ആളി പടർന്നുവെന്നാണ് അവിടുത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പിന്നാലെ ഫയർഫോഴ്സ് എത്തി. അപ്പോഴത്തേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഇദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് മോഹൻദാസ് ആണ് മരിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ എത്തി പരിശോധന നടത്തുകയാണ്. പ്രാഥമികമായി ഒരു പോലീസ് നിഗമനത്തിലെത്തിയത് ഈ കാറിന്റെ ബോണറ്റിന്റെ അകത്തു നിന്നാണ്, അതായത് മുൻഭാഗത്തു നിന്നാണ് തീ വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ എന്ന് അറിയത്തില്ല. വാഗണർ കാറാണ്. എങ്ങനെ തീപിടുത്തം ഉണ്ടായെന്ന് അറിയണമെങ്കിൽ കൂടുതൽ വിശദമായി പരിശോധന നടത്തണം. ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. ഏതായാലും ഈ അപകടം ഉണ്ടായ സമയത്ത് ആളെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് മരിച്ചാളെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. കോഴിക്കോട് കോന്നാട് ബീച്ച് റോഡിലാണ് ഓടുന്ന കാറിന് തീപിടിച്ച് ഡ്രൈവർ ദാരുണമായ രീതിയിൽ മരിച്ചിട്ടുള്ളത്.